ഹലോ സ്റ്റുഡൻസ്, അടുത്തായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് ഷോർട്ട് പ്രോബ്ലംസ് കിടപ്പുണ്ടാകും. നമ്മൾ നോക്കി പോവാണ്. പേജ് നമ്പർ 218 ഷോർട്ട് പ്രോബ്ലംസ് നോക്കുക. ഇല്ലസ്ട്രേഷൻ നമ്പർ 38. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ n ഈസ് ഇക്വൽ ടു 50, സിഗ്മ എക്സ് ഈസ് ഇക്വൽ ടു -100, സിഗ്മ എക്സ് സ്ക്വയർ ഈസ് ഇക്വൽ ടു 1000, വെയർ എക്സ് ഇസ് ദ ഡീവിയേഷൻ ഫ്രം അസ്യൂംഡ് മീൻ 14.5. അപ്പം നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ ആണ്. നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നേരെ തന്നിട്ടുണ്ട്. അസ്യൂംഡ് മീൻ 14.5 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അസ്യൂംഡ് മീൻ ഉപയോഗിച്ചുള്ള മെത്തേഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് മീൻ എത്ര എന്നുള്ളത് തന്നിട്ടില്ല, അത് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാലോ. അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ടാകുമ്പോൾ a + സിഗ്മ d/n ആണ്. നമുക്ക് അസ്യൂംഡ് മീൻ ഉണ്ട് 14.5 എന്നുള്ളത് തന്നിട്ടുണ്ട്. സിഗ്മ d നമുക്ക് തന്നിട്ടുണ്ട് -100 ആണ്. ഈ സിഗ്മ d എന്ന് പറയുന്നത് സിഗ്മ എക്സ് തന്നെയായിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ d എന്ന് പറയുന്നത് -100 ആണ്. പിന്നെ n എന്ന് പറയുന്നത് 50 എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത്ര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എക്സ് ബാർ കണ്ടുപിടിച്ചു. 14.5 - 2 12.5 കിട്ടും. അതിൻ്റെ അടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അതും കഴിഞ്ഞാലേ നമുക്ക് കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ടാകുമ്പോൾ സിഗ്മ d² - സിഗ്മ d/n ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഡിക്ക് പകരം നമ്മൾ എക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിഗ്മ x² - സിഗ്മ x/n ദ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം റൂട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ √20 - -2 ദ ഹോൾ സ്ക്വയർ വരും. അപ്പം -2ൻ്റെ സ്ക്വയർ കണ്ടു കഴിയുമ്പോഴത്തേനും അത് +4 ആയിട്ട് മാറും. അപ്പോൾ 20 - 4 16 വരും. 16ൻ്റെ റൂട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 4 കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് കോഎഫിഷ്യൻറ്റ് കാണണമെന്നുണ്ട്. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 നമ്മൾ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 32% കിട്ടും. നമുക്ക് ഐറ്റംസ് എല്ലാം നേരെ തന്നിട്ട് ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഏത് ഇക്വേഷൻ വേണമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 39 എ സെറ്റ് ഓഫ് 7 ഒബ്സർവേഷൻ. അപ്പോൾ n എന്ന് പറയുന്നത് 7 ആണ്. മീൻ 60, മീൻ അതായത് എക്സ് ബാർ നമുക്ക് തന്നിട്ടുണ്ട് 60 എന്നുള്ളത്. അതിൻ്റെ സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ ഫ്രം ദ മീൻ. മീനിൽ നിന്നുള്ള ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ സമ്മ് കണ്ടിരിക്കുന്നതാണ് 184. മീനിൽ നിന്നുള്ള ഡീവിയേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അത് d ആയി. അത് സ്ക്വയർ ചെയ്തെന്ന് പറയുമ്പോഴത്തേനും d² ആയി. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പം സിഗ്മ d² ആയി. അപ്പോൾ സിഗ്മ d² ആണ് നമുക്ക് തന്നിരിക്കുന്ന 184, അല്ലെങ്കിൽ സിഗ്മ x² ആണ് 184 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മീനുണ്ട്, സിഗ്മ x² ഉണ്ട്, n ഉണ്ട്. നേരെ ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ കാണുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മീനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത് സിഗ്മ d² n എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് 184 ആണ് സിഗ്മ d² ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 184 ഡിവൈഡഡ് ബൈ 7ൻ്റെ റൂട്ട് കാണുക, 5.13 കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ്റെ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 8.55 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 40 നോക്കുക. 2 കമ്പനികളുടെ ഷെയർ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് കമ്പനി ഈസ് മോർ സ്റ്റേബിൾ. ഏതാണ് കൂടുതൽ സ്റ്റേബിൾ? വിച്ച് കമ്പനി ഷെയർ ഈസ് മോർ സ്പെക്കുലേറ്റീവ്. ഏതാണ് മോർ സ്പെക്കുലേറ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ് കൂടുതൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ളതെന്ന്, ഏതാണ് കൂടുതൽ വേരിയബിൾ ആയിട്ടുള്ളതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ കോഎഫിഷ്യൻറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും തന്നിട്ടുണ്ട്. അപ്പം നേരെ കോഎഫിഷ്യൻറ്റ് കണ്ടാൽ മതി. അപ്പോൾ കമ്പനി എയുടെ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ 33.33യും കമ്പനി ബിയുടേത് 40% ഇവിടെ കിട്ടുന്നത്. അപ്പം നമുക്കറിയാം വേരിയേഷൻ കുറവുള്ളതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള. അപ്പോൾ വിച്ച് കമ്പനി ഈസ് മോർ സ്റ്റേബിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി എ ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത്. കമ്പനി ബി എന്ന് പറയുന്നത് മോർ സ്പെക്കുലേറ്റീവ്, അത്ര സ്റ്റേബിൾ അല്ലാത്ത കമ്പനി എന്ന് പറയുന്നത് കമ്പനി ബി യു ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കൺക്ലൂഷൻ എഴുതാനായിട്ട് സാധിക്കും. കമ്പനി എ എന്ന് പറയുന്നത് മോർ സ്റ്റേബിളും കമ്പനി ബി എന്ന് പറയുന്നത് മോർ സ്പെക്കുലേറ്റീവും ആണെന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 41. വാട്ട് വിൽ ഹാപ്പൻ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ഓഫ് സീരീസ് ഇഫ് ഈച്ച് ടേം ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 3, ഡിവൈഡഡ് ബൈ 3, ഇൻക്രീസ്ഡ് ബൈ 3, ഡിക്രീസ്ഡ് ബൈ 3, ഗിവൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു 2. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും
വേരിയൻസിനും എന്ത് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ചോദിച്ചിരിക്കുന്നത്. 4 സിറ്റുവേഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 4 സിറ്റുവേഷൻസിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസിലും വേരിയൻസിലും ഉള്ള ഡിഫറൻസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ബേസിക് തന്നിരിക്കുന്നത് 2 ആണ്. ദെൻ മൾട്ടിപ്ലൈഡ് ബൈ 3 ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ അത് 6 ആയിട്ട് മാറും. അപ്പോൾ പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 6 ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36 ആയിരിക്കും. പിന്നെ അടുത്ത ഡിവൈഡഡ് ബൈ 3 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഡിവൈഡഡ് ബൈ 3 വരും. വേരിയൻസ് വരുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 3യുടെ സ്ക്വയർ വരും, അതായത് 9/4. അടുത്തത് ഇൻക്രീസ്ഡ് ബൈ 3, അതായത് +3 ആണ് ചെയ്യേണ്ടത്. ഡിക്രീസ്ഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ -3. പക്ഷേ ഈ രണ്ടെണ്ണത്തിന് നമുക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ഇൻ ഒറിജിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും വേരിയൻസിനെയും അഫക്റ്റ് ചെയ്യുന്നില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മുടെ വേരിയൻസും സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കേസിലും, കേസ് നമ്പർ 3ലും കേസ് നമ്പർ 4ലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ 4 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. പക്ഷേ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലും വേരിയേഷനിലും ഡിഫറൻസ് വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോണം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 43 നിങ്ങൾ തന്നെ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് ശരിക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മാത്രമേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. യൂസ് ദ ക്രൈറ്റീരിയൻ എക്സ് ബാർ +or-3 സിഗ്മ എന്നൊരു സംഭവം കിടപ്പുണ്ട്. ഈ ഇക്വേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എക്സ് ബാർ എന്ന് പറയുന്ന മീനും സിഗ്മ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം മീന് +3 × സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആ തന്നിരിക്കുന്ന സീരീസിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് ആ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇട്ടിട്ട് ഇവിടെ മീൻ +or-3 സിഗ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്ലസ് ഇട്ടിട്ട് നമ്മൾ ചെയ്യണം, മൈനസ് ഇട്ടിട്ടും ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. പിന്നെ അടുത്ത മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആദ്യത്തെ n സംഖ്യകളുടെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ടാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ =√1/12 × n² -1 എന്നുള്ളതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ടൊന്നുമില്ല. അതിൻ്റെ എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 ഡിജിറ്റ്സിൻ്റെ വെച്ചിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ രണ്ടാമത്തത് ഇപ്പം നമ്മൾ പറഞ്ഞ ഷോർട്ട് പ്രോബ്ലം വെച്ചിട്ട് പറഞ്ഞേക്കുന്നതാണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ ഒറിജിൻ. ഒറിജിനിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും വേരിയൻസിനെയും അഫക്റ്റ് ചെയ്യുന്നില്ല. ഒറിജിൻ്റെ കൂടെ ഏതെങ്കിലും ഡിജിറ്റ് ആഡ് ചെയ്യുകയോ ഡിഡക്റ്റ് ചെയ്യുകയോ ചെയ്തു. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ക്വസ്റ്റ്യനിൽ ഒരു 3 ആഡ് ചെയ്യാനും 3 ഡിഡക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലും വേരിയൻസിലും ഡിഫറൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. തേർഡ് വൺ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ സ്കെയിൽ. അത് നമ്മൾ കണ്ട ഷോർട്ട് പ്രോബ്ലത്തിലെ പോലെ തന്നെയാണ്. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം കോൺസ്റ്റൻറ്റ് വെച്ച് തന്നെ അതിൻ്റെ അതേ എല്ലാ ഐറ്റവും ഈച്ച് ഐറ്റവും മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ് ആയിട്ട് മാറും. ദെൻ ഫോർത്ത് വൺ, സിമെട്രിക്കോ മോഡറേറ്റ്ലി അസിമെട്രിക്കോ ആയിട്ടുള്ള സീരീസുകളിൽ നമുക്ക് എംപിരിക്കൽ റിലേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡിസ്പെർഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ ഇക്വേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ക്വാർട്ടൈൽ ഡിവിയേഷൻ =2/3 സിഗ്മ, അതായത് 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ ഡിവിയേഷൻ =4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച് =6 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഫിഫ്ത്ത് വൺ, നമുക്ക് താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എത്ര ഐറ്റംസ് ഒരു സ്പെസിഫിക് റേഞ്ചിനുള്ളിൽ വരും എന്നുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ റിലേഷൻഷിപ്പാണ് അവിടെ ABC എന്ന് വേണ്ടി പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മീൻ +or-1 സിഗ്മ, മീൻ +or-2 സിഗ്മ, മീൻ +or-3 സിഗ്മ എന്നും പറഞ്ഞിട്ട് തന്നിരിക്കുന്ന എത്ര ഐറ്റംസ് അതിനുള്ളിൽ ഫോളോ ചെയ്യുന്നുള്ളത്, അതായത് 68.27%, അങ്ങനെ എത്ര ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ വരും എന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും. സിക്സ്ത് വൺ, അരിത്തമെറ്റിക് മീനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഡീവിയേഷൻ ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കുറവ് വരുന്നത്. അതായത് സിഗ്മ x - x ബാർ ആണ് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. സെവൻത് വൺ, 2 അതിലധികമോ സീരീസുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് കമ്പൈനഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ ചെയ്തതാണ്. അടുത്ത മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഫസ്റ്റ് മെറിറ്റ്, അത് റിജിഡ്ലി ഡിഫൈൻഡ് ആണ്. രണ്ടാമത്തത് എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
മൂന്നാമത്തത് ഫർദറായിട്ടുള്ള ഓൾജിബ്രൈക്ക് ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. നാലാമത്തത് സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഒരുപാടൊന്നും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പേർഷനാണ്. സിക്സ്ത് വൺ രണ്ടോ അതിലധികമോ സീരീസിനെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ടും അതുവഴി ഏതാണ് കൂടുതൽ കൺസിസ്റ്റൻ്റ്, ഏതാണ് റിലയബിലിറ്റി കൂടുതലുള്ളതെന്നൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും. അടുത്ത ഡീമെറിറ്റ്സ് ആണ്. ഡീമെറിറ്റ് എന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അടുത്തതെന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. തേർഡ് വൺ ഡിഫറെൻറ്റ് യൂണിറ്റുകളിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന സീരീസാണ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ കമ്പാരിസണും ഈ മെഷർമെൻറ്റും അത്ര ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ യൂസസ്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സാമ്പിളിംഗ് തിയറി, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, റിഗ്രഷൻ അനാലിസിസ്, അസിമെട്രിക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ കേസിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള മെത്തേഡാണ് മെഷർ ഓഫ് ഡിസ്പേർഷനാണ് ലോറൻസ് കർവ്. സിക്സ്ത് വൺ ആണ്. ഡിസ്പേർഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്കൽ മെത്തേഡാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യൻ മാക്സ് ഒ ലോറൻസ് ആണ്. അതുകൊണ്ടാണ് ഇത് ലോറൻസ് കർവ് എന്നറിയപ്പെടുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകത്തിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ്, ടേൺ ഓവർ, വേജസ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻകം ആൻഡ് വെൽത്തിൻ്റെ കേസിൽ തന്നെയാണ്. ഓരോ രാജ്യങ്ങളുടെ ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, ഇൻഇക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കണം. ലോറൻസ് കർവ് ഈസ് എ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കർവ് ഇൻ വിച്ച് ദ പെർസെൻറ്റേജ് ഓഫ് ഫ്രീക്വൻസി ഈസ് കമ്പയർഡ് വിത്ത് ദ പെർസെൻറ്റേജ് ഓഫ് അതർ ഐറ്റംസ് സച്ച് ആസ് വെൽത്ത്, പ്രോഫിറ്റ്, ടേൺ ഓവർ, വേജസ് എക്സെട്ര. അതായത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കർവാണ് ഈ ലോറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരയ്ക്കുന്ന സമയത്ത് മനസ്സിലാവും. അടുത്തത് യൂസസ് ഓഫ് ലോറൻസ് കർവാണ്. അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയബിലിറ്റി പഠിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓരോ പീരീഡിൽ വന്നിരിക്കുന്ന വേരിയബിലിറ്റിയിലുള്ള ചേഞ്ചസ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫിനോമിനൻ്റെ രണ്ട് പ്രദേശങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് ലോറൻസ് കർവാണ്. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സീരീസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ക്യുമുലേറ്റീവ് വാല്യൂസാണ് നമ്മൾ ഗ്രാഫിൽ അപ്ലൈ ചെയ്യുന്നത്. ദെൻ നമ്മളിത് പെർസെൻറ്റേജിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് വാല്യൂസ് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എക്സ് ആക്സിസിൽ നമ്മൾ 0 തൊട്ട് 100 വരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. വൈ ആക്സിസിൽ 0 തൊട്ട് 100 വരെയുള്ള ക്യുമുലേറ്റീവ് സൈസസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലൈൻ 1 to 100 ജോയിൻ ചെയ്തുകൊണ്ട് 0 to 100 ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഡയഗണൽ ലൈൻ നമ്മൾ വരയ്ക്കണം. ആ ലൈനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. തൊട്ടപ്പുറത്തെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡയഗണലായിട്ട് ഒരു ലൈൻ അവിടെ വരച്ചിട്ടുണ്ട്. ഒരു സ്ക്വയറിൻ്റെ ഫോമിൽ വരും. പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് നമ്മളെപ്പോഴും 100 കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഫോമിൽ വരും. അതിനകത്ത് നമ്മൾ ഡയഗണലായിട്ട് 0-നെയും 100-നെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് വണ്ണായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലോട്ട് ചെയ്യണം. അതായത് ക്യുമുലേറ്റീവ് വാല്യൂസാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ലോറൻസ് കർവ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് നമ്മൾ വരച്ച ആ ഒരു കർവ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനുമായിട്ട് എത്ര ചേർന്ന് നിൽക്കുന്നു, എത്ര ക്ലോസ്നെസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മളിതിൻ്റെ വേരിയേഷൻ നമ്മൾ പറയുന്നത്. ഗ്രേറ്റർ വേരിയേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ബേസിസിൽ. ഗ്യാപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ലെസ് വേരിയേഷനും, ഗ്യാപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മോർ വേരിയേഷൻ. ഇപ്പം നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ഫേം എയുടെ
ലൈൻ എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, അപ്പോൾ അതിന് ലെസ് വേരിയേഷനാണ്. ഫേം ബിയുടെ ലൈൻ എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നിന്ന് കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമ്മളത് മോർ വേരിയേഷനാണ് വരുന്നത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 44 നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഫേം എയുടെയും ഫേം ബിയുടെയും വേജസ് ആണ് തന്നിരിക്കുന്നത്. അത് യൂസ് ചെയ്ത് ലോറൻസ് കർവാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ കർവ് വരയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഫസ്റ്റ് ടേബിൾ വരയ്ക്കണം. അപ്പോൾ തന്നിരിക്കുന്ന വേജസും ക്യുമുലേറ്റീവ് വേജസും അതിൻ്റെ പെർസെൻറ്റേജും എഴുതിയിട്ടുണ്ട്. പെർസെൻറ്റേജ് കാണുന്നതിൽ ഡൗട്ടൊന്നും തോന്നേണ്ട ആവശ്യമില്ല. ടോട്ടലിനെ, അതായത് ഏറ്റവും അവസാനത്തെ ക്യുമുലേറ്റീവ് വേജസിനെയാണ് നമ്മൾ 100% ആയിട്ട് എടുക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഏറ്റവും ലാസ്റ്റത്തേത് 1000 ആണ് കിടക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് 100% ആണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം 1000ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് നമ്മൾ കാണുന്നത്. 120 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100, 280 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100, 480 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100, 720 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100. അതാണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് ഫേം എയുടെയും ഫേം ബിയുടെയും ഫ്രീക്വൻസിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഫ്രീക്വൻസിക്കകത്ത് നിന്ന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവിടെ സെയിം പോലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ 100 തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് പെർസെൻറ്റേജ് നമുക്ക് നേരെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നെ വരുള്ളൂ. 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100, 35 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100, 55 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. അതായത് ഓരോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന്. ഫേം ബിയുടെ നോക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 150, 250, 340, 450, 500 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഈ 500ൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. 150 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 ആണ് 30 കിട്ടുന്നത്. 250 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 ആണ് 50 എന്ന് പറയുന്നത്. 340 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 ആണ് 68 എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നും ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് കാണണം. അത് കഴിഞ്ഞിട്ട് ആ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ ഒരു ഫിഗറിൽ അത്ര കറക്റ്റായിട്ട് അത് പ്ലോട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ടൊന്ന് പ്ലോട്ട് ചെയ്താൽ മതി. ആ തന്നിരിക്കുന്ന ഫിഗർ അത്ര കറക്റ്റ് അല്ല. പ്ലോട്ട് ചെയ്തിരിക്കുന്ന പോയിൻറ്റുകൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നില്ല. ലാസ്റ്റ് ആ ഒരു ഫിഗറിൻ്റെ ബേസിസിലുള്ള കമൻറ്റും കൂടെ എഴുതണം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന കർവ് കമ്പനി എയുടേതായതുകൊണ്ട് ആ കമ്പനിക്ക് ആയിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ വേരിയേഷൻ കുറവ്. കമ്പനി ബിക്ക് വേരിയേഷൻ കൂടുതലാണ്. അടുത്ത പേജിൽ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ലോറൻസ് കർവ് നോക്കുക. മെറിറ്റ് നമുക്ക് ലോറൻസ് കർവ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ഷൻ വഴി നമുക്ക് ഏതിനാണ് വേരിയബിലിറ്റി എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് വിഷ്വലായിട്ടുള്ള എയ്ഡുകളെന്ന് പറയുന്നത് മിക്കവാറും കൂടുതൽ അട്രാക്റ്റീവും കൂടുതൽ എഫക്റ്റീവും ആയിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിനേക്കാളും എളുപ്പമുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ അല്ല. ദെൻ സെക്കൻഡ് വൺ, ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഓൾജിബ്രൈക്ക് ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. തേർഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ കൺക്ലൂഷൻ നമുക്ക് ഇതിൻ്റെ ബേസിസിൽ മാത്രം എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺക്ലൂഷന് യൂസ്ഫുൾ അല്ല. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 4th മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ തീരുവാണ്. ഇനി ഒരു ചാപ്റ്ററും കൂടെ കിടപ്പുണ്ട്. നന്നായിട്ട് വായിച്ച് നോക്കുക. കറസ്പോണ്ടിങ് ആയുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എല്ലാം ചെയ്യുക. താങ്ക് യു.